നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട്. സിലബസിൽ നിന്ന് ചില പാഠ്യഭാഗം മാറുന്നു. ഏതെല്ലാം ഭാഗം? ഗാന്ധി വധം മാറുന്നു. നമ്മളെല്ലാം പഠിച്ചത് മഹാത്മാഗാന്ധിയെ മതഭ്രാന്തനായ ഘാതകൻ വെടിവെച്ച് കൊന്നു എന്നാണ്. NEP പഠിപ്പിക്കുന്നത് പല ഭാഗത്തും മഹാത്മാഗാന്ധി മരിച്ചു എന്നാണ്, ദിവംഗതനായി എന്നാണ്. അത്തരം വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത് യാദൃച്ഛികമല്ല. ഡാർവിൻ പുറത്താക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തിയറി ഓഫ് ഇവല്യൂഷൻ പഠിക്കേണ്ട നിങ്ങൾ. ആദ്യത്തെ ശസ്ത്രക്രിയ ഏതാണ്? അത് ഗണപതിയുടെ മൂക്കാണെന്ന് പറയും. അങ്ങനെ എല്ലാം ആദ്യം വിമാനം പറപ്പിച്ചത് ആരാണ്? നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചത് റൈറ്റ് ബ്രദേഴ്സ് ആണെന്നായിരുന്നു. റൈറ്റ് ബ്രദേഴ്സ്. പുത്തൻ തലമുറയെ BJP പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് രാവണനാണെന്നാണ്. സയന്റിഫിക് ടെമ്പറിനെ പറ്റി പറയുന്ന രാജ്യമാണത്. ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല പറയുന്നത്. ഭരണഘടന പറയുന്നുണ്ട് സയന്റിഫിക് ടെമ്പറിനെ പറ്റി. ആ സയന്റിഫിക് ടെമ്പറിനെ പൂർണ്ണമായിട്ടും വളച്ചൊടിച്ചിട്ട് വികൃതമാക്കിയിട്ടാണ് ഈ പോക്ക് പോകുന്നത്. ഇപ്രകാരത്തിൽ പാഠ്യപദ്ധതിയെ മുഴുവനും മാറ്റിമറിക്കുന്നതിനെ പറ്റിയാണ് ഞങ്ങൾ വായിച്ചത്. അങ്ങനെ മാറ്റിമറിക്കുമോ? കേരളത്തിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങൾ അങ്ങനെ മാറ്റിയെടുക്കുമോ? എടുക്കുമെങ്കിൽ അത് വിനാശകരമായിരിക്കും. ഇത്തരം വിഷയങ്ങൾക്ക് തീർപ്പ് വേണം, തീരുമാനം വേണം. ആ വ്യക്തതയില്ലാതെ ഈ പറയുന്ന പുത്തൻ തലമുറയുടെ ബോധത്തെ നിർണ്ണയിക്കുന്ന പാഠപുസ്തകങ്ങളെയും അതിൻ്റെ ഘടനകളെയും എല്ലാം പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പറയുന്നുണ്ട്. അതിലൊക്കെ എത്രയോ മുമ്പിലാണ് കേരളം. അതിൽ പറയുന്നുണ്ട് പള്ളിക്കൂടങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ശൗചാലയങ്ങൾ. ഒക്കെ ബീഹാർ പറയാം, UP പറയാം. ഇതെല്ലാം പണ്ടേ കേരളം പൂർത്തിയാക്കിയതാണ്. ഒന്നാമത്തെ 57 കമ്മ്യൂണിസ്റ്റ് സർക്കാർ മുതലുള്ള കാലത്തെ മാറി വന്ന ഗവൺമെൻറ്റുകളുടെ ശ്രമഫലമായിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ബഹുദൂരം മുമ്പിലാണ് കേരളം. മുമ്പിലാണ് നമ്മൾ. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ കണ്ണും മനസ്സും പതിയേണ്ടത് ഈ പറയുന്ന കരിക്കുലത്തിൻ്റെ ഭാഗത്താണെന്ന് പറയുന്നത്.